നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ അവരിലെ മൈഗ്രെയിൻ ചികിത്സ എങ്ങനെ, മൈഗ്രെയിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചാണ്. ഗർഭിണികളായ സ്ത്രീകളെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മൈഗ്രെയിൻ അല്ല, മറ്റേത് രോഗമായാലും പല മരുന്നുകളും ഒരു ഗർഭിണിയായ സ്ത്രീയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ഉള്ള സൈഡ് എഫക്റ്റുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ചികിത്സയ്ക്ക് മരുന്നുകൾ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. മൈഗ്രെയിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ കുറച്ച് സ്ത്രീകളിൽ ആദ്യത്തെ 3 മാസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മൈഗ്രെയിൻ ഇത്തിരി ബുദ്ധിമുട്ടുകൾ കൂടുന്നതായി കാണാറുണ്ട്. പ്രഗ്നൻസിയിലുള്ള ഹോർമോണുകളുടെ വ്യതിയാനം, പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഫറ്റീഗ്, ഇതൊക്കെ പിന്നെ പലപ്പോഴും പ്രഗ്നൻ്റായി കഴിയുന്നതോടെ സ്ത്രീകളൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തും. കാപ്പി കുടിക്കുന്നത് ഒഴിവാക്കും. അങ്ങനെയുള്ള അവരുടെ റുട്ടീനിൽ വരുന്ന വ്യത്യാസങ്ങൾ മൈഗ്രെയിൻ വഷളാകുന്നതിലേക്ക് വഴിവെക്കാം. സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസത്തിന് ശേഷമുള്ള സമയത്ത് മിക്ക സ്ത്രീകളിലും മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ശാന്തമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ്റെ ചികിത്സ ആവശ്യമായി വന്നേക്കില്ല. മൈഗ്രെയിൻ വരാതെ നോക്കുക എന്നുള്ളതാണ് ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതിന് എന്തൊക്കെ വഴികൾ സ്വീകരിക്കാം? നിങ്ങൾക്കറിയാവുന്നതുപോലെ മൈഗ്രെയിൻ ഒരു പ്രൈമറി ഹെഡേക്കാണ്. നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമ്മളുടെ റുട്ടീൻ തെറ്റുക, ഇതൊക്കെയാണ് മൈഗ്രെയിനിലേക്ക് വഴിവെക്കുക. സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക, ആവശ്യത്തിന് ഉറങ്ങുക, അനാവശ്യമായ ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കുക, നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഇതെല്ലാം മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാൻ ഒരു ഗർഭിണിയായ സ്ത്രീയെ സഹായിക്കും. റിലാക്സ് ചെയ്യാനുള്ള മെത്തേഡ്സ്, യോഗ പോലെയുള്ള എക്സർസൈസുകൾ, ഇതുമെല്ലാം ഒരു പരിധിവരെ മൈഗ്രെയിനെ മാറ്റി നിർത്തും. ഈ വഴികളിലൂടെ മൈഗ്രെയിൻ കൺട്രോൾ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ചികിത്സയെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. മൈഗ്രെയിൻ്റെ ചികിത്സ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ 2 രീതിയിലാണ്. ഒന്ന് അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ തലവേദന വന്നാൽ മരുന്ന് ഉപയോഗിച്ച് തലവേദന മാറ്റുക. രണ്ടാമത്തേതാണ് പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ്, മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക. അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ പാരസെറ്റമോൾ പോലെയുള്ള ഗുളികകളൊക്കെ ഒരു പരിധിവരെ നമുക്ക് സുരക്ഷിതമായി സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. പക്ഷേ സാധാരണ നമ്മൾ മൈഗ്രെയിനുള്ള രോഗികൾക്ക് കൊടുക്കുന്ന നാപ്രോക്സൻ എന്നൊക്കെയുള്ള ടാബ്ലറ്റുകൾ എന്ന് വെച്ചാൽ അത് NSAID എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. ഗർഭിണികളായ സ്ത്രീകൾ ഇത് കഴിച്ചാൽ കുട്ടിക്ക് ഉള്ള രക്തയോട്ടത്തിന്, ഹൃദയത്തിലെ ഡക്ടസ് ആർട്ടീരിയോസസ് എന്നൊക്കെ പറഞ്ഞുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നതിന് ഉള്ള അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് NSAID വിഭാഗത്തിലുള്ള നാപ്രോക്സൻ പോലെയുള്ള മരുന്നുകൾ ഗർഭിണികളായ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കും. പിന്നെ അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് അല്ലാതെ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റാണ്. മൈഗ്രെയിൻ വരാതിരിക്കാൻ കൊടുക്കുന്ന മിക്ക മരുന്നുകളും ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ല. കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ചില മൾട്ടി വൈറ്റമിൻസ് ആണ്. പിന്നെ റൈബോഫ്ലേവിൻ എന്ന് പറയുന്ന വൈറ്റമിൻ അടങ്ങിയിരിക്കുന്ന മരുന്നുകളും മൈഗ്രെയിനെ ഒരു പരിധിവരെ സംരക്ഷണം തരും. ഇതൊന്നും കൊടുത്തിട്ട് കൺട്രോൾ കിട്ടാത്ത, ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും കൺട്രോൾ ഇല്ലാത്തപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെറിയ റിസ്ക് ഉണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് ചില മരുന്നുകൾ ചെറിയ ഡോസിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഒന്നാണ് പ്രൊപ്രാനലോൾ എന്ന് പറയുന്ന മരുന്ന്, 2 അപൂർവമായി അമിട്രിപ്റ്റിലിൻ എന്ന് പറയുന്ന മരുന്ന്. പക്ഷേ വളരെ ചെറിയ ഡോസിലേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 പ്രൊപ്രാനലോൾ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച പ്രോപ്പറാണെന്ന് നിരീക്ഷിക്കുകയും പറ്റുന്നതും പ്രസവത്തോടടുത്തെത്തുന്ന സമയത്ത് മരുന്ന് നിർത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ വളർച്ചയെ മാത്രമല്ല, കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ വരെ ഇത് ബാധിക്കാം.
തലവേദന ഒരു ഗർഭിണിയായ സ്ത്രീയിൽ ഉണ്ടായാൽ അത് മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ച് എപ്പോഴും വെറുതെ ഇരിക്കാനും പാടില്ല. ആദ്യമായി ഉണ്ടാകുന്ന തലവേദന, അതിശക്തമായ തലവേദന, തലവേദനയുടെ ഒപ്പം പ്രഷർ കൂടുക, തലവേദനയുടെ ഒപ്പം കാഴ്ചയ്ക്ക് മങ്ങലോ രണ്ടായി കാണുകയോ എന്നൊക്കെ വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എക്ലാംസിയ, പ്രീ എക്ലാംസിയ, തണ്ടർക്ലാപ്പ് ഹെഡേക്ക്, സെറിബ്രൽ വീനസ് സൈനസ് ത്രോംബോസിസ് എന്നൊക്കെ സ്ത്രീകളിൽ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ സാധാരണമായി വരാകുന്ന അപകടകാരിയായിട്ടുള്ള തലവേദനകൾ ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നന്ദി.